രാഹുൽ സഭയിൽ ആഞ്ഞടിച്ച് കത്തിക്കയറി. ഭരണഘടനയിൽ ഇവരുടേതായി ഒന്നുമില്ല. ഭരണഘടനയുടെ അടിസ്ഥാനം ഒരു കൂട്ടം ആശയങ്ങളാണ്. സവർക്കറേയും മനുസ്മൃതിയുമാണ് ഇവർ പിന്തുടരുന്നത് എന്ന് പറയുന്നു. BJPയുടെ ചോദ്യം. സവർക്കർ പറഞ്ഞത് നിങ്ങൾ പിന്തുടരുന്നുണ്ടോ? BJP മറുപടി പറയണം. ഭരണഘടനയിൽ ഇന്ത്യയുടേതായി ഒന്നുമില്ല. RSS നേതാക്കളാണ് ഇത് പറഞ്ഞത്. സഭയിൽ ആദ്യത്തെ പ്രസംഗത്തിൽ ശിവനെ പ്രതിഷ്ഠിച്ച് അഭയമുദ്രയെ ഊന്നിയാണ് പ്രസംഗിച്ചതെങ്കിൽ രണ്ടാം തവണ അഭിമന്യുവിന്റെ ചക്രവ്യൂഹത്തെയാണ് രാഹുൽ ഉപമിച്ചത്. മൂന്നാം തവണയാണെങ്കിലോ രാഹുലിന്റെ പ്രസംഗത്തിൽ മുഴുനീളെ ഏകലവ്യന്റെ വിരലിനെയാണ് ഉപമിച്ചത്. ഇന്ത്യൻ യുവത്വത്തിന്റെ വളർച്ചയെ ചവിട്ടിമെതിക്കാൻ വികസന തന്ത്രത്തിനായി യുവാക്കളുടെ പെരുവിരൽ അറുത്തുമാറ്റുന്ന ഭരണകൂടം, വ്യവസായത്തിന്റെ, യുവത്വത്തിന്റെ, കർഷകന്റെ പെരുവിരൽ മുറിച്ചെടുക്കുന്ന ഭരണകൂടം. പ്രതീകാത്മകമായി രാഹുൽ ആഞ്ഞടിച്ചത് കൃത്യതയോടെ തന്നെയായിരുന്നു. ഹിന്ദുത്വത്തിന്റെ അപ്പോസ്തലന്മാരാണ് എന്ന് സ്വയം വിളിച്ചു പറയുന്ന ഹിന്ദുത്വവാദികളെ അതേ ആയുധം കൊണ്ടാണ് രാഹുൽ ആക്രമിച്ചത്. ഇന്ത്യക്ക് വേണ്ടിയുള്ള രാഹുലിന്റെ ഈ ആക്രോശം ഇന്ദ്രപ്രസ്ഥത്തിന്റെ ആണിക്കല് തകർക്കാൻ കച്ചകെട്ടിറങ്ങിയ അഭിനവ വേന്ദ്രന്മാരെ വിറങ്ങിലെപ്പിക്കുക തന്നെ ചെയ്തു. ഭരണഘടന അനുശാസിക്കുന്ന പൗരസംരക്ഷണം എവിടെ? സംഭാലിൽ എവിടെ? കഴിഞ്ഞ ദിവസം ഹദ്രായിൽ പോയപ്പോൾ കണ്ടത് മഹാദയനീയമായ രംഗങ്ങളാണ്. ഇരകളെ വേട്ടയാടി ചവിട്ടിയരയ്ക്കാൻ ഏത് ഭരണഘടനയിലാണ് പറഞ്ഞിരിക്കുന്നത്? ഭരണഘടനയിൽ ഇല്ലാത്ത ആ കാര്യങ്ങളാണ് നിങ്ങൾ രാജ്യത്ത് നടപ്പാക്കുന്നത്. പലപ്പോഴും കത്തിക്കയറുന്ന രാഹുലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ബഹളങ്ങളായി വന്ന ഭരണപക്ഷ അനുകൂലികളെ അതിലും വലിയ ചോദ്യഗർജനം കൊണ്ട് അടിച്ചൊതുക്കി രാഹുൽ. RSSന്റെ വെറും ചട്ടപുസ്തകമല്ല ഭരണഘടന. സവർക്കറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കുറ്റക്കാരാക്കി ജയിലിലടക്കാനുള്ള ശ്രമമാണ് ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത്. അംബേദ്കറെ, ഗാന്ധിയെ, നെഹ്റുവിനെ തുടങ്ങി ഇന്ത്യയുടെ ശില്പികളെ മായ്ച്ച് അവിടെ വർഗീയതയുടെ RSS ആൾരൂപങ്ങളെ പ്രതിഷ്ഠിക്കാനാണ് ഇവരുടെയൊക്കെ ശ്രമം. ഇവിടെ സാമൂഹ്യ നീതി ഇല്ലാതാക്കി അവസരങ്ങളെല്ലാം അദാനിക്ക് അടിയറവ് വെച്ചു. ലോകസഭയിൽ ഭരണഘടനാ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ. ഭരണഘടനയുടെ ചെറിയ പതിപ്പ് കയ്യിൽ കരുതിയാണ് രാഹുൽ സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ. രാജ്യത്തെ പിന്നാക്കം കൊണ്ടുപോകാനുള്ള ശ്രമമാണ് BJPയുടേതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ദ്രോണരുടെ മൺപ്രതിമയുണ്ടാക്കി സ്വയം നേടിയ വിദ്യാഭ്യാസം തകർക്കാൻ ഏകലവ്യന്റെ പെരുവിരൽ ചോദിച്ച സാഡിസ്റ്റിന്റെ മനോഭാവമാണ് മോദിക്ക്. കർഷകർ, ചെറുകിട വ്യവസായികൾ ഒക്കെ തന്നെ ദിനം പ്രതി ദാരിദ്ര്യ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. അദാനിയെ പോലുള്ളവർ സാമ്പത്തികമായി കുതിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ അഴിമതിക്കാർക്ക് അടിയറവ് വെച്ചു കഴിഞ്ഞു മോദി. ഇന്ത്യയുടെ അവസ്ഥ ഏറെ പരിതാപകരമാണ്. കൂടുതൽ വാർത്തകൾ ലഭ്യമാകാൻ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത്.